നമസ്കാരം. താടിയുള്ളപ്പനെയേ പേടിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ന് രാജ്യത്തിന്റെ അവസ്ഥ. സുപ്രീം കോടതിക്ക് പോലും പുല്ലുവിലയാണോ കൽപ്പിക്കുന്നത് എന്ന് തോന്നും ചിലരുടെ ചില പെരുമാറ്റം കാണുമ്പോൾ. അതേസമയം കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ മുട്ടിലിഴയാനും തയ്യാറാണ് ഇക്കൂട്ടർ. ഇലക്ട്രൽ ബോണ്ടുകളുടെ വിശദാംശങ്ങൾ നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയോട് ജൂൺ 30 വരെ സമയം ആവശ്യപ്പെട്ടതാണ് ഇത്തരത്തിൽ ചർച്ചകൾ ഉയർന്നു വരാൻ കാരണം. രാഷ്ട്രീയ പാർട്ടികളോട് രഹസ്യമായി കോടാനുകോടികൾ നൽകിയവരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നത് ശ്രമകരമായ ജോലിയാണെന്ന് പറഞ്ഞ് കോടതി മുമ്പാകെ SBI അലസമായി നീങ്ങുമ്പോൾ സമാനമായ സർക്കാർ അന്വേഷണങ്ങൾ നിറവേറ്റുന്നതിൽ ബാങ്ക് മുൻകാലങ്ങളിൽ അതിശയകരമായ അടിയന്തര സ്വഭാവം പ്രകടിപ്പിച്ചതാണ് പലരും ഓർക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുത്തവർക്ക് അജ്ഞാതത്വം നൽകുന്ന വിവാദ ധനസമാഹരണ പദ്ധതി കോടതി റദ്ദാക്കുകയും ബോണ്ടുകൾ നൽകിയ SBIയോട് ദാതാക്കളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ അവഗണിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഒറ്റ ക്ലിക്കിൽ ലഭ്യമാവുന്ന ഈ ഡാറ്റ നൽകാൻ മാസങ്ങൾ എടുക്കുമെന്നാണ് ബാങ്ക് കോടതിയെ അറിയിച്ചത്. എന്നാൽ 2019 2020 ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചുള്ള രേഖകൾ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടപ്പോൾ ഡാറ്റ നൽകാൻ SBI ഓടിയെന്ന് തെളിയിക്കുന്ന നിരവധി സുപ്രധാന തെളിവുകൾ ഉണ്ടെന്ന് ആക്ടിവിസ്റ്റ് ലോകേഷ് ബത്ര അവകാശപ്പെട്ടു. അപ്പോഴൊക്കെ സാധ്യമായ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ, ചിലപ്പോൾ കേവലം 48 മണിക്കൂറിനുള്ളിൽ തന്നെ സർക്കാരിലേക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ എത്തി. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ആഹ്വാനപ്രകാരം ബോണ്ടുകൾ എൻകാഷ് ചെയ്യാനുള്ള സമയപരിധി അവസാനിച്ച് 48 മണിക്കൂറിനുള്ളിൽ രാജ്യത്തുടനീളമുള്ള ഇലക്ട്രൽ ബോണ്ടുകളുടെ ഡാറ്റ ക്രോഡീകരിക്കാൻ SBIക്ക് കഴിഞ്ഞുവെന്ന് രേഖകൾ വെളിപ്പെടുത്തുന്നു എന്നാണ് ബത്ര അവകാശപ്പെട്ടത്. വിൽപ്പനയുടെ ഓരോ ഇടവേളയ്ക്ക് ശേഷവും SBI വേണ്ട വിവരങ്ങൾ കേന്ദ്ര ധനമന്ത്രാലയത്തിന് പെട്ടെന്ന് തന്നെ അയച്ചു കൊടുത്തു. 2020 വരെ ഇത്തരം വിവരങ്ങൾ അയച്ചിട്ടുണ്ടെന്ന് ആക്ടിവിസ്റ്റ് ബത്ര സ്ഥിരീകരിച്ചു. ഇപ്പോൾ പക്ഷേ സ്ഥിതി വ്യത്യസ്തമാണ്. ആകെ വിതരണം ചെയ്ത ബോണ്ടുകളിൽ വമ്പിച്ച പങ്കും BJP സ്വന്തമാക്കിയത് വെളിപ്പെട്ടാൽ അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് BJPയെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കാൻ വിവരം നൽകുന്നത് വൈകിപ്പിക്കുന്നത്. ഇതിനു പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ കറുത്ത കൈകളുണ്ട്. ജൂൺ 30 ആവുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിയും എന്നതുകൊണ്ടാണ് SBI അങ്ങനെയൊരു തീയതി കോടതി മുമ്പാകെ മുന്നോട്ട് വച്ചത്. ഭരണഘടനാ സ്ഥാപനങ്ങളെയാകെ ചൊൽപ്പടിക്ക് നിർത്തുന്ന കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ ബാങ്കുകളെയും വരുതിയിലാക്കി സ്വന്തം താൽപര്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നതിന് തെളിവായാണ് SBIയുടെ ഈ നടപടിയെ ബാങ്കിംഗ് രംഗം ചൂണ്ടിക്കാട്ടുന്നത്. അഴിമതി നിയമവിധേയമാക്കിയ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാത്തത് സംബന്ധിച്ച് സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരുന്നു കാണാം.